3,95,000 രൂപ തരാം. 11 ഇന്റർകൂളർ നമ്പർ ആക്കിയിട്ട് ഓഫർ റേറ്റിന്. ഇതിലൊക്കെ റേറ്റിൽ കുറച്ചിട്ട്, അതായത് G4 ഗ്രേ കളർ അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് വരുന്ന റേറ്റ് 3,95,000. പ്രാവശ്യം നമ്മൾ ഗ്രേ കളറിൽ 10, 11, 12, 13, 14, 15, 16 വരെയുള്ള ഗ്രേ കളർ മൊത്തം നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്. അതിൽ തന്നെ കിലോമീറ്റർ കുറഞ്ഞത് 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇന്നോവയിൽ 77,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 86,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടികൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ഉണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും തീപ്പാറുന്ന ഇന്നോവ ടാഗറുമായി RB മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഷമീർ ഭായ്, എന്തൊക്കെയുണ്ട്? ഉഷാറായിട്ട് ഇപ്രാവശ്യം ഒരുപാട് വണ്ടി കയറിയിട്ടുണ്ട്. ഒരുപാട് ഇന്നോവകൾ കയറിയിട്ടുണ്ട്. ഗ്രേ കളർ ഒരു 15 ഗ്രേ കളർ ഇന്നോവകൾ നിരത്തി കിടക്കുക. ഓക്കെ, ഈ പ്രാവശ്യം ഗ്രേ കളർ ആണ് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്തത്. ഒരുപാട് ഗ്രേ കളർ ഉണ്ട്. ഇതിലിപ്പോ 4-5 വണ്ടികൾ ഇപ്പൊ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10-15 വണ്ടികളാണ് ഇപ്പൊ ഈ കിടക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വൈറ്റ് കളറാണ്. ഓൾറെഡി ആ വണ്ടികളൊക്കെ നമ്മൾ കണ്ടുവച്ച് എല്ലാ പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഓരോ മാസം ഓരോ കളറായിട്ട് കളിക്കാനല്ലേ. ഈ പ്രാവശ്യം നമ്മൾ ഗ്രേ കളറിൽ 10, 11, 12, 13, 14, 15, 16 വരെയുള്ള ഗ്രേ കളർ മൊത്തം നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്. അതിൽ തന്നെ കിലോമീറ്റർ കുറഞ്ഞത് 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇന്നോവയിൽ 77,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 86,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടികൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഈ ആഗസ്റ്റ് 15 ഡേറ്റ്. ചിലപ്പോ ഈ നോവകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഡൽഹിയിലൊക്കെ നല്ല ഡിമാൻഡ് ആയി. അതായത് ഡൽഹിയിൽ വണ്ടികളില്ല. അതർ ഹരിയാനയിലൊക്കെ കുഗ്രാമങ്ങളിലൊക്കെ ഈ സാധനങ്ങളുള്ളൂ. റയർ ആയിട്ട് കിട്ടുന്ന കിലോമീറ്റർ ഉണ്ടാവില്ല. NCRലെ ഈ ഇന്നോവകൾ കയറ്റാൻ പറ്റില്ല. അപ്പൊ ക്രിസ്റ്റകൾ തന്നെ അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വർഷം 10 വർഷം പഴക്കമുള്ള വണ്ടികൾ, ഡീസൽ വണ്ടികൾ അവിടെ പറ്റൂല. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉൾഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതിപ്പോ നമുക്ക് റയർ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഇന്നോവകൾ നമ്മുടെ കളക്ഷൻ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ്. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ. ഒരുപാട് വണ്ടികൾ 15, 16 മോഡലിലൊക്കെ ഇന്നോവകൾ ഗ്രേ കളർ അന്വേഷിക്കുന്നവർക്ക് V ഉണ്ട്, G4 ഉണ്ട്, എല്ലാ ഓപ്ഷനും. അതും നിങ്ങൾക്ക് ഓഫർ റേറ്റ് നമുക്ക് തരാനും പറ്റും. ഓണത്തിന് സ്പെഷ്യൽ ഓഫർ കൊടുക്കല്ലേ? സ്പെഷ്യൽ ഓഫർ. എല്ലാ വണ്ടിയുടെയും റേറ്റ് നല്ല മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ. അല്ല, ഇത്രയും ഈ ഒരു ഇന്നോവന്റെ ഇത്രയും കളക്ഷൻ എവിടെ ഉണ്ടാവില്ല. ഗ്രേ കളർ മാത്രമായിട്ടുള്ള ഒരു 10-15 വണ്ടികൾ. ഈ അടുത്ത പ്രാവശ്യം വൈറ്റ് കളർ മാത്രമായിട്ട് 10-25 വണ്ടികൾ എടുത്തു. അതൊക്കെ വൈറ്റ് കളർ മാത്രമായിട്ട് ഓരോ സമയത്ത് ഓരോ സീസണുകളാണ്. ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ഈ പ്രാവശ്യം കൂടുതൽ എടുത്തുന്ന ഹരിയാന വണ്ടികളാണ്. ഇനി അടുത്ത പ്രാവശ്യം വേറെ സ്റ്റേറ്റ് ആണ്, MP, അതായത് മധ്യപ്രദേശ് വണ്ടികൾ. ഗോളിയാർന്നൊക്കെ അതൊക്കെ നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങളതായ രീതിയിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തോളൂ, വണ്ടി ഇൻസ്പെക്ട് ചെയ്തോളൂ, കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തോളൂ. എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടികളാണെന്ന് വിചാരിച്ച് കിലോമീറ്ററിൽ കൃത്രിമകളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ലോ കിലോമീറ്റർ നമ്പർ ഇതില് പിന്നെ എടുക്കാൻ പറ്റില്ല. ഈ നമ്പറിൽ ഇതൊക്കെ 86,000 കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ. അതുപോലെ തന്നെ 70 ഓടിയ വണ്ടികളുണ്ട്. അതൊക്കെ നമുക്ക് അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഒരു ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും ഷോറൂമിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഏത് ആളുകളെ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവർക്ക് വണ്ടി ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് എടുക്കാൻ മതി. കാരണം ഡൽഹിയിലും ഹരിയാനയിലൊക്കെ പോയിട്ട് അവിടുന്ന് വണ്ടി എടുക്കലേറെ സുഖത്തിൽ നമുക്ക് ഇവിടുന്ന് കണ്ടെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ കാണാതെ എടുക്കേണ്ടി വരും. ഇത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഏത് ചെറിയ ഇപ്പൊ വന്ന 2-3 വണ്ടികളുണ്ട്. അതിനൊന്നും പെയിന്റിങ് നമ്മൾ ചെയ്തിട്ടില്ല. റീപെയിന്റ് ഈ വണ്ടിയിലൊന്നും നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടില്ല. ബമ്പറിന്റെ മൂലയിലും കോർണറിലൊക്കെ ചെറിയ റീപെയിന്റ് ചെയ്യാണ്ട് അതൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ കണ്ടിട്ടെടുക്കാൻ പറ്റും. അതല്ല ബ്രോ, ഇതിനേക്കാളും വില കുറവിന് പിന്നെ നിങ്ങൾ ഡയറക്റ്റ് എടുത്തു കൊടുക്കും അല്ലേ? അങ്ങനെ ഫണ്ട് ആദ്യം തരേണ്ടി വരും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ ഫോട്ടോയും വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ കണ്ടിട്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഡയറക്റ്റ് അങ്ങനെ വേണമെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി കൊടുന്നിട്ട് പ്രോഫിറ്റിന്റെ ആവശ്യമില്ല, ചെറിയ കമ്മീഷനിൽ നിങ്ങൾക്ക് ആ വണ്ടികൾ തരാൻ പറ്റും.
കൊടുക്കാൻ പറ്റും. അതെ. ഓക്കെ. അപ്പോ ബ്രോ എങ്ങനെ ലൊക്കേഷൻ പറയണ്ടേ? മലപ്പുറം വണ്ടൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വന്നത്. വണ്ടൂര് പുളിയക്കോട്. വണ്ടൂർ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ 2 കിലോമീറ്റർ പുളിയക്കോട് അല്ലെ? ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോയിൽ ഇവരെ 3-4 നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളെ കാറ്റലോഗ് ഉണ്ടാവും, അതില് ഇവരെ നമ്പർ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് വിട്ടാൽ കാറ്റലോഗ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരും. അതിലെല്ലാ വാഹനങ്ങളും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നെ പ്രൈസ് പിന്നെ അതിലുള്ള പ്രൈസ് അല്ല, എന്തായാലും കുറച്ച് കൊടുക്കും. ഓക്കെ. അപ്പോ നമുക്ക് സമയം കളയാതെ ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കും അല്ലെ? നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് ആയിട്ട് ടൈപ്പ് 4 കമ്പനിയിൽ തന്നെ വന്ന വണ്ടിയല്ല, 15 ലാസ്റ്റ് മോഡൽ ഗ്രേ കളറിൽ ഒരുപാട് ഫിറ്റിംഗ്സ്. അതായത് നല്ല വീതി കൂടിയ ടയർ, അടിപൊളി അലോയ് വീൽസ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള 15 G4 എന്ന ഈ ഒരു വാഹനം. മറ്റുള്ള വണ്ടിനേക്കാളൊക്കെ ഹൈറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ളിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ ആണെങ്കിലും ഓഫർ റേറ്റ് 7,90,000 ആണ് ഇവിടെ റേറ്റ് ഇട്ടേക്കുന്നത്. 7,90 കൊടുക്കാം. അതായത് നമ്മളെ റേറ്റ് പറഞ്ഞേക്കുന്നത് ഇത് നമ്പറാക്കി നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ ഈ വണ്ടി നമുക്ക് തരുന്നത് 7,30,000 രൂപക്ക് തരാം. നമ്പർ ആക്കിയിട്ട് 2015 മോഡൽ. അത് പക്ക പ്രൈവറ്റ് വെഹിക്കിള്, ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്, എല്ലാ ഭാഗവും ഒക്കെ ഉള്ളതാണ്. 7,30,000 രൂപക്ക് തരാം. ഓഫറിൽ കൊടുക്കല്ലേ വണ്ടി? വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, വന്ന കണ്ടീഷനിലാണ് ഈ റേറ്റ് ഉള്ളത്. അപ്പൊ ഓഫറിൽ നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 15 മോഡൽ G4 പ്രൈവറ്റ് വണ്ടി, അതും G4 A to Z എക്സ്ട്രാ ഫിറ്റിംഗ്സ്, ഡയമണ്ട് കട്ട് വീല് എല്ലാം ചെയ്തിട്ടുള്ള. അതെ, ഇതിലൊക്കെ ലൈറ്റ് ഒക്കെ അടിച്ചിട്ടുള്ള, കണ്ണൊക്കെ അടിക്കും, അത്ര കാര്യങ്ങളൊക്കെ ഉള്ള. ഈ വന്ന കണ്ടീഷനിൽ 7,30,000 രൂപക്ക് നമ്പർ ആക്കി തരും. വന്ന കണ്ടീഷൻ ഇപ്പൊ നിങ്ങളെ പേർക്ക് അന്വേഷിച്ച് തരണമെങ്കിൽ അങ്ങനെ തരാൻ പറ്റും. അങ്ങനെ കൊടുക്കാം. ഏത് ആർടിയിലേക്ക് വേണമെങ്കിൽ നമ്പർ ആക്കാം അല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. തീർച്ചയായും. ഇതെങ്ങനെയായിരുന്നു? ഇവിടെ ഒരു ഗ്രേ കളർ, ഇതും ഗ്രേ കളർ. ഈ ഗ്രേ കളർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഫുള്ള് ഗ്രേ തന്നെ. ഓക്കെ. ഇനി 2014 V സിംഗിൾ ഓണർ, വി ആണ് ഓപ്ഷൻ. 1,90,000 കിലോമീറ്റർ വിത്ത് കമ്പനി റെക്കോർഡ്. അതും കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ 1.25 കമ്പനി റെക്കോർഡ്. ഇത് 8,20,000 രൂപക്ക് 14 വണ്ടി. അത് നമ്പർ ആക്കിട്ട് കൊടുത്ത് ഒഴിവാക്കണ്ടല്ലോ, ഫുൾ പൊട്ടിച്ചു കൊടുക്കണ്ടേ? സിംഗിൾ ഓണർഷിപ്പ്, അവരെ പേരിലോട്ട് NOC എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പകുതിയിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് ക്യാഷ് തന്നാലാണ് നിങ്ങളെ പേരിലോട്ട് NOC എടുക്കുള്ളൂ. നമ്മളെ പേര് NOC ഏത് ആർട്ടിയിലേക്ക് വേണമെങ്കിലും നമ്പർ ആക്കിയിട്ട് NOC റേറ്റ് 8,20,000 നമ്പർ ആക്കിയിട്ട് വണ്ടി നിങ്ങൾ ഫുള്ള് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. 2025 ലാസ്റ്റ് വരെ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ, മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. തീർച്ചയായും. ഓക്കെ. ഈ ലൈനിൽ ഫുൾ കാണിക്കുന്ന ഗ്രേ കളർ വണ്ടിയാണ് കേട്ടോ. ഒരു 10 വണ്ടി ഉണ്ടല്ലോ ഗ്രേ കളർ. 1 2 3 4 5 6 7 8 9 10 വണ്ടി ഉണ്ട് ഗ്രേ കളർ. അപ്പോ ബ്രോ ഇതിന്റെ ഒന്ന് പറഞ്ഞു കൊടുത്താലേ. 2014 ലാസ്റ്റ് 10ാം മാസം വരുന്ന വണ്ടി. ഈ വാഹനമാണ് 66,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്, ഫസ്റ്റ് ഓണർ, ഫുൾ ഹിസ്റ്ററിയിലെ വണ്ടി. 1 2 ദിവസം കൊണ്ട് നിങ്ങൾ പേയ്മെന്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് പേരിൽ NOC എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പേർക്ക് NOC എടുക്കാം. ഇത് കമ്പനി ടൈപ്പ് 4 വന്ന വണ്ടി. 14 വണ്ടി. 13 6ാം മാസത്തിന് ശേഷമാണ് കമ്പനി ടൈപ്പ് 4 വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. 90% ബോഡി പാർട്സിലും റീപെയിന്റ് തൊട്ടിട്ടില്ല. ഈ വണ്ടിയിലൊന്നും റീപെയിന്റ് കയറാത്ത വണ്ടികൾ, അതായത് നിങ്ങൾക്ക് ഇനി വന്നിട്ട് ഒന്ന് ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാണ്ടാവും. ചെയ്യാത്തത് എന്താ വെച്ചാല്, ഇത് കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ, അത് കമ്പനി അതേ ക്വാളിറ്റിയിലാണ്. ഇന്റീരിയർ സൈഡ് ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതേ ക്വാളിറ്റിയിൽ ഇവിടുന്ന് കണ്ടിട്ട് ഓക്കെ ആയിട്ട് എടുത്താൽ മതി. കണ്ണ് ചിമ്മിട്ട് എടുക്കാം, അത്രയ്ക്ക് പക്ക അല്ല? അതെ. ഓക്കെ. ഇത് നമുക്ക് എന്ത് റേറ്റ് ആവുന്നത്? 8,60,000 രൂപക്ക് വെറും 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഇന്നോവ അല്ല നമ്പർ ആക്കിയിട്ട് ഈ റേറ്റിന്. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ ബ്രോ? ഇത് എങ്ങനെയായിരുന്നു? ഇവിടെ വീണ്ടും ഒരു ഇന്നോവ. ഇത് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ല? ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് സ്കേർട്ടിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. എങ്ങനെയായിരുന്നു? 2016 V
ഇന്നോവന്റെ അവസാന ഘട്ടം. അതെ, ഇന്റർകൂളർ 16V ഓപ്ഷൻ വരുന്ന റയർ ആയിട്ടാണ് ഇന്റർകൂളർ വരുന്നത്. ഇതൊക്കെ ഇന്റർകൂളറാണ് നമ്മൾ ആദ്യമൊക്കെ കാണിച്ച. ഒന്ന് ഇന്റർകൂളർ ആണ്, 2 അത് പ്രത്യേകം പറഞ്ഞാലേ അത് ചില ഇന്റർകൂളർ നോക്കുന്ന ആളുണ്ടാവും. അതെ അതെ, ഇത് ഗ്രേ കളർ ഇന്റർകൂളർ V ഓപ്ഷൻ, 15 മാനുഫാക്ചർ, 16 ഡെലിവറി, 16 രജിസ്റ്റർ, ഫസ്റ്റ് ഓണർ, ഒരേ ഓണർ. നമ്മളെ പേരിലോട്ട് NOC എടുത്ത് ഞാനാണ് ഇതിന്റെ ഓണർ, എന്റെ പേരിൽ തന്നെ RC. 9 ലക്ഷം രൂപ ID ഉള്ള ഇൻഷുറൻസ് പുതിയതുണ്ട്. 16V ഓപ്ഷൻ നിങ്ങൾക്ക് 8,90,000 രൂപ തരാം. 8,90,000 രൂപക്ക്. അത് നമ്പർ ആയ വണ്ടി. അതെ, ഇത് കേരള വണ്ടിയാ, നമ്പർ ആയിട്ടുള്ള നമ്പറായ വണ്ടി തന്നെ. അത് നിങ്ങൾക്ക് സിബിലും ബാങ്കിങ്ങും ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്യാം, ഒരു പൈസ വേണ്ട, ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടി. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഇന്നോവ കാർ കമ്പനിന്ന് വന്ന പോലെ തന്നെയുള്ളത്. ടൈപ്പ് 4 ആക്കിയില്ല, ടൈപ്പ് 3 ആണ്. ഒരുപാട് ആളുകൾ ടൈപ്പ് 3 ആരാധകരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള. അതെ, ഒഫീഷ്യലായിട്ട് അന്വേഷിക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടി. ഇതിന്റെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം നമ്മളെ കയ്യിലുണ്ട്, ഗ്രേ കളർ തന്നെ. അതൊക്കെ ടച്ചപ്പിലാണ്. 11 ഇന്റർകൂളർ ഒക്കെ നിങ്ങൾക്ക് 3,95,000 രൂപ തരാം. 11 ഇന്റർകൂളർ നമ്പർ ആക്കിയിട്ട് ഓഫർ റേറ്റിന്. ഇതിലൊക്കെ റേറ്റിൽ കുറച്ചിട്ട്, അതായത് G4 ഗ്രേ കളർ അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് വരുന്ന റേറ്റ് 3,90,000. ഈ വണ്ടിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ 2012 എല്ലാ ഭാഗവും ഓക്കെയാണ്. പുതിയ 5,50,000 രൂപ ID ഉള്ള ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് നമ്പർ ആക്കിയിട്ട് 5,25,000 രൂപ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. അത് വന്നിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അണ്ടർ ബോഡി കോട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞു, ക്ലച്ച് ഡിസ്ക് മാറി, ബാറ്ററി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. മെക്കാനിക് സൈഡ് ബുഷുകൾ കിറ്റുകൾ മൊത്തം മാറി. എല്ലാ ഭാഗം നമ്മള് മെക്കാനിക്കൊക്കെ എടുത്ത് അതിന്റെ ഹാൻഡ് ബ്രേക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പൊ ഹാൻഡ് ബ്രേക്ക് അസംബ്ലി അടക്കം മാറി, ലൈറ്റർ കാര്യങ്ങളൊക്കെ മാറി കിടക്കുന്നു. ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് 5,25,000 രൂപ മേജർ മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല. ഇത് ഗോളിയാർ വണ്ടിയാണ്, മധ്യപ്രദേശ് ഗോളിയാർ വണ്ടിയാണ്. അവിടെ നിന്ന് തന്നെ നമ്മൾ നിങ്ങൾക്ക് NOC കാര്യങ്ങളൊക്കെ പെട്ടെന്ന് NOC എടുത്തരാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ വീണ്ടും ഒരു ഗ്രേ കളർ, ഇതെങ്ങനെയായിരുന്നു? ഇത് ഗ്രേ കളർ കാണിച്ച് ആളുകൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അല്ല, വേറെ കളർ ഉണ്ടല്ലോ. ഗ്രേ കളർ, സിൽക്കി ഗോൾഡ് കളർ നമ്മുടെ അടുത്തുണ്ട്, സിൽവർ ഉണ്ട്, റയർ കളർ, ഗ്രേ വിട്ടും ചെയ്ത് ഒരു അടിപൊളി കളർ ഉണ്ട്. റയർ പീസുള്ള കളറൊക്കെ നമ്മളെ കമ്പനി വരുന്ന കളർ, റയർ ആയിട്ട് വരുന്ന കളർ. 15 വീല് മാത്രം ചില വണ്ടികളിൽ മാത്രം കമ്പനി ഇറക്കി കൊടുത്ത കളറാണ്. ഇപ്രാവശ്യം വൈറ്റ് ഇല്ലേ? വൈറ്റ് കഴിഞ്ഞ് അതെ, ഇനി അടുത്ത പ്രാവശ്യം 20-25 വൈറ്റ് ഇന്നോവകൾ മാത്രം നമ്മൾ പേപ്പർ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് എടുക്കുമ്പോ ഓൾറെഡി ഇവിടെ എത്താനുള്ള താമസമുള്ളൂ. വൈറ്റ് കളർ 15-16 അതൊക്കെ ഓഫർ റേറ്റിന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോ ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാം. അതിന് വൈറ്റ് വേണ്ടവർ വിളിച്ചോട്ടല്ലേ? തീർച്ചയായിട്ടും. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2015 സിംഗിൾ ഓണർ, 15 വണ്ടി, 86,000 കിലോമീറ്റർ. വെറും 86,000 കിലോമീറ്റർ. അതായത് 3 ഇന്നോവകളാണ് നമ്മുടെ അടുത്ത് ലോ കിലോമീറ്റർ ഉള്ളത്. 66, 77, 86. നമ്മളിപ്പോ 66, 86 കാണിച്ചിട്ടുള്ളൂ, 77 അവിടെ ഉണ്ടല്ലേ? ഇതും ഫുള്ള് ഹിസ്റ്ററി ഒക്കെ കാണിക്കാൻ പറ്റും അല്ല? ഒരു ടെൻഷൻ വേണ്ട, കണ്ണ് ചിമ്മിയിട്ട് തോന്നിട്ട് എങ്ങനെ വേണം എടുക്കാം. അത് ചെറിയ ഇപ്പൊ വന്ന കണ്ടീഷനിലാണ്. ഈ പമ്പറിന്റെ മൂലയില് അതുപോലെ തന്നെ ഡിക്കിന്റെ ഭാഗത്ത് ചെറിയ ഡഞ്ചുകളുണ്ട്, പെയിന്റ് ചെയ്യണം. വണ്ടി 100 ക്വാളിറ്റി, 100-120 പറയാം. പുതിയ G4 പുതിയ 4 ടയർ, സെഡിന്റെ സ്റ്റാരിംഗ് വീൽ അടക്കം സെഡിന്റെ ടൈപ്പ് പോലും ചെയ്തിട്ടുണ്ട്. അതായത് 28,000 രൂപന്റെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. വണ്ടി എടുത്താണ് സ്റ്റാർട്ട് ചെയ്ത പുതിയ വണ്ടിയുടെ ആ സ്മെല്ല്. 86,000 കിലോമീറ്റർ ഓടിയ വണ്ടി, അത് ഈ ഫാൻസി നമ്പർ അവര് റിട്ടേൺ വലിക്കും. വണ്ടി അനങ്ങിയിട്ടുണ്ടാവില്ല. റേറ്റ് 8,75,000 രൂപക്ക് നമ്പർ ആക്കിട്ട് കൊടുക്കുക. 8,75 നമ്പർ ആക്കിട്ട് കൊടുക്കുക. അതും 2015 വണ്ടി, വെറും 86,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ല? ഇതൊക്കെ നമ്മൾ കിലോമീറ്റർ 3 വണ്ടിയുടെ ഓണർഷിപ്പ് സിംഗിൾ അല്ല? ഫസ്റ്റ് ഓണർ, ഒരേ ഒരു ഓണർ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കാം. ഒരു ഗ്രേ കളർ, അതും ടൈപ്പ് 3 വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ ബ്രോ? എങ്ങനെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ? 2013 മോഡല്, 13 ചെറിയ പൈസ കൊടുക്കല്ലേ? 14 1-ാം മാസം വണ്ടി.
വി ഓപ്ഷൻ ആണ്. ഓക്കെ, വി ആണ് ഓപ്ഷൻ. വി ഓപ്ഷൻ ആണ്. ഇത് പാർട്ടി പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. നിങ്ങളെ വണ്ടിയല്ല. ഇതിന് നമ്മൾ മൊത്തം ചെക്ക് ചെയ്തിട്ട് എഞ്ചിന് 180% നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി റേറ്റ് കുറവുണ്ട്. 6,79,000 രൂപ 70,000 രൂപ വണ്ടി കൊടുക്കും. 13 വി ഓപ്ഷൻ. 14 റേഷൻ. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടി, കേരള വണ്ടി അല്ലല്ലോ. കേരള വണ്ടിയില്ല, നമ്പർ ആയ വണ്ടി ഓൾറെഡി ആയിട്ടുണ്ട്. ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. 14 ഒന്നാം മാസം വരുന്ന ഒറിജിനൽ ഗ്ലാസ്. അതെ, ഒറിജിനൽ ഗ്ലാസ്. 14 ഒന്നാം മാസം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് വെറും 6,70,000 രൂപ കൊടുക്കാം. ലോൺ വേണ്ടവർക്ക് 6,70,000 ലോൺ ചെയ്തു. മാക്സിമം ഫുൾ ലോൺ. ഓക്കെ, ആവശ്യക്കാരാണെങ്കിൽ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കി. ഓണർ ആണ്. ഇങ്ങോട്ട് നമ്പർ ആയപ്പോ സെക്കൻഡ് ആയി. 2,20,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഒരു കിടക്കാച്ച് വണ്ടി ഇതെങ്ങനെയാണ് ബ്രോ? ഇത് 77,000 കിലോമീറ്റർ ഓടി. ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. വെറും 77,000. ഓക്കെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി വന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇപ്പൊ റീപെയിന്റ് ഒന്നും നമ്മള്, അതായത് ഈ വണ്ടിയുടെ മെറ്റൽ പാർട്സുകളിൽ റീപെയിന്റ് കയറിയിട്ടേ ഇല്ല. ഉറപ്പന്നെ. എവിടെ വേണം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. പമ്പറിന്റെ മൂലയില് ബാക്ക് ഡോറിന്റെ സ്ക്രാച്ച്, ബാക്ക് പമ്പർ പെയിന്റിങ് ഒന്നും ചെയ്യാണ്ട്. വി ഓപ്ഷൻ. വി ഓപ്ഷന് ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 9,50,000 രൂപ കൊടുക്കാം. 9,50 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. അതും 2015 വി. 15 അല്ല. ഓക്കെ, വണ്ടി എല്ലാ ഭാഗം ഫിറ്റ്. എന്തായാലും ഓട്ടോ കുറവുള്ളതുകൊണ്ട് ഷോറൂം കണ്ടീഷനുള്ള ഒരു വണ്ടി. ഇനി നിങ്ങള് വൃത്തിയാക്കണമെങ്കിൽ അത് ചെറിയ വൃത്തിയാക്കൽ നമുക്ക് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യാൻ. ഇതാണെങ്കിൽ വണ്ടി മിയ കണ്ടീഷൻ, കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പോളിഷ് ഒക്കെ ചെയ്യാണ്ടല്ലോ. അതെ, മേജർ ആയിട്ടുള്ള ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി. കിലോമീറ്ററിന്റെ കാര്യത്തിലും ഗ്യാരണ്ടി. ഈ വണ്ടി വന്നിട്ട് വന്ന് കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടച്ചപ്പിനൊക്കെ കയറ്റുള്ളൂ. കാരണം ഇത് അതിന്റെ ക്വാളിറ്റി അത്രയും ഈ വണ്ടിയിൽ നമുക്ക് ഓരോ ഭാഗങ്ങളിലും നമുക്ക് നമ്മള് ടച്ച് ഒക്കെ ചെയ്താലും ചെയ്തില്ല. ഇന്റീരിയർ വാഷ് ഒന്ന് ക്ലീനിങ് ചെയ്യാൻ ബാക്കിയുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആവശ്യക്കാർ വേണ്ടവർ വിളിച്ചോട്ടെ അല്ലെ. 890 എത്ര നിങ്ങൾ പറഞ്ഞേ? നമുക്ക് 9,50,000 രൂപ 9,50 കൊടുക്കാം. ലാസ്റ്റ് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി ഇവിടെ ഒരു ഇത് ചെറിയ ബഡ്ജറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 13 G4 ഇന്റർകൂളർ. ഓക്കെ, ഇന്റർകൂളർ വണ്ടി. G4 ആണ് ഓപ്ഷൻ വരുന്നത്. ഇന്റർകൂളർ അല്ല, സാധാ എഞ്ചിനാണ്. സാധാ. ഓക്കെ, വണ്ടി എന്ത് പാട്? മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. A to Z കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളി. വേറെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. വന്ന കണ്ടീഷനിലാണ്. ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് 6,20 നമ്പർ ആക്കി കൊടുക്കാം. 6,20 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല. ഹിസ്റ്ററി ഉള്ള വണ്ടി 1,70 ഓടി ഹിസ്റ്ററി ഉള്ള വണ്ടി. മെക്കാനിക് ഒക്കെ പക്കായിരിക്കും. മെക്കാനിക് ഒക്കെ 100 ആണ്. 100. ഓക്കെ, ഇത് ടൈപ്പ് 4 വന്നതാ അല്ലെങ്കിൽ കമ്പനി ടൈപ്പ് 4 വണ്ടി അല്ല? ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല കുതിരത്തിന്റെ ഒരു കിടക്കാച്ച് കളർ അല്ല? ഒരു വേറെ ഇങ്ങനത്തെ കളർ ഉണ്ടാവും എവിടെ ഉണ്ടാവില്ല. റയർ പീസ്. അതും കമ്പനി കളർ, കമ്പനി വരുന്ന കളർ, ഒറിജിനൽ കളർ. 2000 ഗ്രില്ല് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ്, ബാക്ക് സ്കേർട്ട്. അതായത് 1.25 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റ്. അതും കിണ്ണം വണ്ടി, സിംഗിൾ ഓണർ, ഒരേ ഓണർ. പുതിയ ഇൻഷുറൻസ് 10 ലക്ഷം രൂപ ഐ ഡി വിയിൽ. പുതിയ 10 ആണോ 9 അറിയില്ല. ഐ ഡി വിയിലെ പുതിയ ഇൻഷുറൻസ് ഫുള്ള് ലോണിൽ തന്നെ കൊടുക്കാം. ഫുള്ള് ലോൺ നമ്പർ ആക്കിയിട്ട് 10 ലക്ഷം രൂപ NOC റേറ്റ് ഇട്ടാണ്. റയർ ആണ് ഇത്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റി. 990 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. അതും വി ഓപ്ഷൻ സിംഗിൾ ഓണർ. 2015 ലാസ്റ്റ് വണ്ടി. 15 ലാസ്റ്റ് അല്ലേ? 16 രജിസ്റ്റർഡ് ഇല്ലല്ലോ? ഇല്ല. അതും ഡയമണ്ട് കട്ട് വീല്, അത് മറ്റേ ഡിആറില് ഫ്രണ്ട് ഡിആറില് ഗ്രില്ല്, സ്കേർട്ട്, സൈഡ് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ്. ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ കമ്പനി കാര്യങ്ങളാണ്. കമ്പനി സീറ്റാണ്. പിന്നെ അതും ഇന്റർകൂളർ എഞ്ചിനും കൂടിയാണ്. ഇന്റർകൂളർ എഞ്ചിനും കൂടിയാണ്. മൈലേജ് ഉണ്ടാവും. ഓക്കെ, വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. A to Z 2015 മുതൽ 25 വരെയുള്ള സർവീസ് റെക്കോർഡിന്റെ PDF ഉണ്ട്. വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ല? അപ്പൊ 990 കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കാം. ഒരു സിൽവർ കളർ ഇതെങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 7,90,000 രൂപ കൊടുക്കാം. 7,90 ഒരു കിടക്കാശ് വണ്ടി. ഇതിന്റെ മോഡൽ കാര്യങ്ങൾ 15 വണ്ടി G4. അതും ഇന്നോവ ക്രിസ്റ്റന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടി. ഓക്കെ,
നമ്പർ ആക്കിയിട്ട് കൊടുക്കാം, നമ്പർ ആക്കിയിട്ട് 790 790 കൊടുക്കാം. വണ്ടിമേ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് മിയത്തിൽ മിയല്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം, ഉറപ്പല്ലേ? ഉറപ്പായിട്ട് എടുക്കാം. സിൽക്കി ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു കിടുക്കാച്ച് വണ്ടി. അതെ ബ്രോ, ഇതെങ്ങനെയായിരുന്നു? 16 റേസർ വി, 16 രജിസ്റ്റേർഡ്. 2016 റേസർ വരുന്ന G4, 15 മാനുഫാക്ചർ, 16 റേസർ, അതും A to Z സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. MP വണ്ടിയാണ്, MP ഗോളിയാർ വണ്ടിയാണ്. അതും പക്ക പ്രൈവറ്റ് വെഹിക്കിള്. NOC ഒക്കെ നമ്മളെ നിലമ്പൂരിലോട്ട് റെഡിയിലുണ്ട്. നമ്പർ ആക്കിയിട്ട് 8,20,000 രൂപ നമ്പർ ആക്കിയിട്ട് 8,20,000 കൊടുക്കാം. അത് 16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള G4 വണ്ടി. ഡുവൽ എയർ ബാഗ്, ABS ഇതൊക്കെ വരുന്ന വണ്ടി. ടയർ കണ്ടീഷൻ ഒരു 90% ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ 2027 വരെ ഉണ്ട്. എക്സ്ട്രാ ഫിറ്റ് വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട്? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. മെറ്റൽ ബോഡി ഷേപ്പ് അടിപൊളിയല്ലേ? 90% ബോഡിയിൽ പെയിന്റിങ് കയറാത്ത വണ്ടി, റീപെയിന്റ് കയറാത്ത വണ്ടി. അതെ, ഇത് കമ്പനി തന്നെ അന്ന് തന്നെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കമ്പനിയിൽ തന്നെ വരുന്ന വണ്ടിയാണ്. വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 2016 4-ാം മാസം വരുന്ന ഈ വാഹനം, 16 4-ാം മാസം വരുന്ന വണ്ടി. 8,20,000 രൂപ കൊടുക്കാം. 8,20,000 കൊടുക്കാം. ലോണൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ? ഓക്കെ. കിതുമത്തിന്റെ ഇന്നോവ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ബ്രോ? 15 V കേട്ടോ. 15 V. 2015 V ഓപ്ഷൻ കേരളത്തിൽ നമ്പറായി. ഇപ്രാവശ്യം നിങ്ങളടുത്ത് കൂടുതലും എല്ലാം മോഡലുള്ള ഇന്നോവ അല്ല, എല്ലാം മോഡൽ കൂടിയത് 14, 15, 16. ഇത് 15 ലാസ്റ്റ് മോഡല്. നിങ്ങൾ നമ്പർ ഒക്കെ ആയിട്ടുണ്ട്. 8.5 ലക്ഷം രൂപക്ക് V ഓപ്ഷൻ ഇന്നോവ. 8 രൂപക്ക് V ഓപ്ഷൻ. അതും നല്ല ഫിറ്റിംഗ്സ്, ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ. സീറ്റുകളും തുറന്നു നോക്കി നിങ്ങള്, ക്വാളിറ്റി സീറ്റ് കവർ. ആൻഡ്രോയിഡ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. V ആണിത്. അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, ABS, ഡയമണ്ട് കട്ട് വീല്, സെഡിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി വെറൈറ്റി കളർ. സിൽക്കി ഗോൾഡില് 8,50,000 രൂപയാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് വന്നോളി, റേറ്റ് കുറച്ച് തരാം. ഫോണിലൂടെ റേറ്റ് സംസാരിക്കണ്ട, ഡയറക്റ്റ് വരി. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇവിടെ നോക്കാൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വരി. എന്നാലേ നിങ്ങൾക്ക് ഇന്ന് കച്ചവടം ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ? നിങ്ങൾ ഫോൺ വിളിച്ചാല് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. കാരണം അത്രയും വണ്ടികൾ ലിസ്റ്റ് വന്നുകൊണ്ടുണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നമുക്ക് കാലിയാക്കാൻ പറ്റും. അതെ, ആവശ്യക്കാർ വിളിച്ച് വന്നോട്ടല്ലേ? ഇവിടെ സ്വിഫ്റ്റ് കാറിന്റെ പൈസക്ക് ഒരു ഇന്നോവ കാർ, അതും ടൈപ്പ് 3 വന്നിട്ടുള്ള വണ്ടി. ടൈപ്പ് 3 എങ്ങനെയായിരുന്നു പ്രോ മോഡൽ? 2012. 12 അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി. ഇന്റർകൂളർ കിടക്കാച്ച് വണ്ടി. 12 ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന V ഓപ്ഷൻ. V ആണ് ഓപ്ഷൻ. ബെൻസിന്റെ അലോയില് തന്നെ. ബെൻസിന്റെ NOC ഒക്കെ റെഡിയിലുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. NOC റെഡിയിലുണ്ട്. 160 ആണ് കിലോമീറ്റർ ഉള്ളത്. അത് 2012 V ഓപ്ഷൻ ഇന്നോവ നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് തരുന്നില്ല. 590 നമ്പർ ആക്കിയിട്ട് 590. 12 V ഓപ്ഷൻ 590 നമ്പർ ആക്കി കൊടുക്കും. ഓഫറിൽ കൊടുക്കാം. അത് നല്ല ക്വാളിറ്റി വണ്ടി അല്ലെ? ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റെഡിയിൽ NOC നമ്മളെ കയ്യിലുണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ട്. എല്ലാ ഭാഗം ക്ലിയർ ഉള്ള ഭാഗമാണ്. ഓഫർ റേറ്റിന് ഓഫറിൽ കൊടുക്കാം. കൊടുത്ത് ഒഴിവാക്കാൻ 5.5 ലക്ഷം രൂപ അല്ല 6 ലക്ഷം രൂപന്റെ മുകളിൽ IDV ഉണ്ട്. അതെ, 5,90,000 രൂപ കൊണ്ട് 6 ലക്ഷത്തിന് മേലെ IDV ഉണ്ട്. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഉറപ്പ് വേണ്ട. ഇത്രയും ഓഫറിലാണ് ഓണത്തിന് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 2015 V ഓപ്ഷന് 1,14,000 കിലോമീറ്റർ. അതും പക്ക ജെനുവിൻ കിലോമീറ്റർ. കാണിക്കാൻ പറ്റും. കാണിക്കാം. 1.10 ആ റേഞ്ചിലാണ് ഈ വണ്ടി അവിടുന്ന് എടുത്തത്. 1.10 11 അവിടുന്ന് ബൈ റോഡ് ഓടിച്ചു പോകുന്ന വണ്ടികളാണ്. 2014 മാനുഫാക്ചർ 15 V ഓപ്ഷൻ കിലോമീറ്റർ കുറഞ്ഞ V ഓപ്ഷൻ. നിങ്ങൾ സിൽവർ കളർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല. നമ്പർ ആക്കിയിട്ട് 8,90,000 പറഞ്ഞത് ലാസ്റ്റ്. നമ്പർ ആക്കിയിട്ട് 8,70,000 രൂപ 75,000 കൊടുക്കല. അതും പിന്നെ മാക്സിമം ലോണും കയറും. 15 V മാക്സിമം ലോണും ചെയ്തു. മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. വണ്ടിയിൽ യാതൊരു പ്രശ്നങ്ങളില്ല. വണ്ടി ഏത് വണ്ടികളാണെങ്കിലും നിങ്ങൾ നിങ്ങളതായ രീതിയിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എടുത്ത കിലോമീറ്ററിന്റെ കാര്യം നമ്മൾ ഗ്യാരണ്ടി പറയും. കുറഞ്ഞ കിലോമീറ്റർ നമ്മൾ വ്യക്തമായിട്ട് പറയുന്ന വണ്ടികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. അതിൽ കിലോമീറ്ററിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുക. അതിന്റെ ഇന്റീരിയർ ഭാഗം, അതിന്റെ റൂഫ്, അതിന്റെ സീറ്റ്, അതിന്റെ ഡാഷ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ ആ വണ്ടിയുടെ കിലോമീറ്ററിന്റെ
കറക്റ്റ് കിട്ടും. കറക്റ്റ് കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. പിന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ഒക്കെ എല്ലാ വണ്ടിയുടെ നമ്പർ ഉണ്ട്, ഐഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്പർ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് വരാം അല്ല. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ ബ്രോ? ഓക്കെ.